പിണറായി വിജയൻ സർക്കാരിൻ്റെ 2 ചതികളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ. 2 ചതിയെ ഈ പറയാനുള്ളോ? അല്ല, എടുത്തു പറയാനുള്ള 2 കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അല്ലേ, സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലേ? അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജനങ്ങൾക്ക് ജനസേവകരാണ് രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, പൊതുപ്രവർത്തകർ എന്നൊക്കെയാണ് പറയുന്നത്. ജനങ്ങളെ പരമാവധി സഹായിക്കുക, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക, അവരുടെ സാമൂഹ്യ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, ഇതൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, പിണറായി സർക്കാർ ഈ അടുത്തിടെ കൈക്കൊണ്ട 2 തീരുമാനങ്ങൾ, അല്ലെങ്കിൽ പിണറായി സർക്കാർ കാണിക്കുന്ന നിരുത്തരവാദപരമായ നിലപാട് ഒരുപാട് ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം യാത്ര ചെയ്യുന്നവരാണ്, അല്ലേ? റോഡിലൂടെ പോവും, വാഹനങ്ങളിൽ പോവും, നടന്നു പോവും. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ആണ് നമ്മുടെ കേരള സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ. സ്ത്രീകളും വൃദ്ധന്മാരും പുരുഷന്മാരും കുട്ടികളും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ തെരുവുകളിലെ യാത്ര എന്ന് പറയുന്നത് അത്ര സുരക്ഷിതമായ സംഭവമൊന്നുമല്ല. യാത്രയൊക്കെ നമ്മൾ ഉത്സാഹത്തോടെ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാർഗം ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നു, പഠിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ കുട്ടികൾ മുതൽ അബാലവൃദ്ധം ജനങ്ങളും അപകടങ്ങളിൽപ്പെടുന്നുണ്ട്. അപകടങ്ങളിൽപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ചാൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് പോകുന്നത്. എന്നാൽ അപകടങ്ങളിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ ചികിത്സാ ചെലവ്, വലിയ തോതിലുള്ള ചികിത്സാ ചെലവ് വരുന്നുണ്ട്. ഇതിനൊന്നും പലപ്പോഴും ആളുകൾക്ക് പാങ്ങുണ്ടാവില്ല. വളരെ ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളും അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളൊക്കെ ആശുപത്രിയിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നായിരുന്നു. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എവിടെയും റോഡ് അപകടങ്ങളിൽ ആളുകൾ പെട്ടാൽ അവർക്ക് 7 ദിവസം 1.5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വർഷം 1 ആറായി. കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. കേരള സർക്കാരിന് എന്താ ചിലവ്? കേന്ദ്ര ഒരു പദ്ധതി, അത് കേരളത്തിൽ നടപ്പാക്കാത്തതിൻ്റെ കാരണം എന്നറിയാമോ? കേന്ദ്ര നിയമത്തിൽ പറയുന്നത് റോഡ് സേഫ്റ്റി കൗൺസിൽ, അതാണ് ഈ പദ്ധതി നടപ്പാക്കേണ്ട നോഡൽ ഏജൻസി. ഓരോ സംസ്ഥാനങ്ങളിലെയും റോഡ് സേഫ്റ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. അവരാണ് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വാഹന നികുതി, റോഡ് ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് റോഡ് സേഫ്റ്റി കൗൺസിൽ. സംസ്ഥാന സർക്കാരിൻ്റെയും നമ്മൾ കൊടുക്കുന്ന നികുതിയും കേന്ദ്രത്തിൻ്റെ ധനസഹായവും എല്ലാം കൂടെ ചേർത്തിട്ട് ഇവർക്ക് വലിയ തുക, കോടിക്കണക്കിന് രൂപ ഫണ്ടുള്ളൊരു ഏജൻസിയാണ്. അതുകൊണ്ട് ആ ഏജൻസി വഴി നടപ്പാക്കണം. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഒരു ബാധ്യതയില്ല. കേന്ദ്ര നിയമത്തിൽ കേന്ദ്രം ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നറിയോ? ഈ ചികിത്സാ ചെലവ് കൊടുക്കേണ്ടത് ആരാണെന്നറിയോ? അപകടം ഉണ്ടാക്കുന്ന വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്, അവരാണ് കൊടുക്കേണ്ടത്. അപകടം ഉണ്ടാക്കുന്ന വാഹനത്തിന് അപ്പോൾ എൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ടു, വേറെ ആൾക്ക് പരിക്ക് പറ്റി, ഞാൻ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ആണെങ്കിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി കൊടുക്കണം. ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ഈ അപകടത്തിൽ പരിക്കേൽക്കുന്ന ആളുടെ ചെലവ് വഹിക്കേണ്ടത് വാഹന ഉടമയുടെ ഇൻഷുറൻസിൽ നിന്നാണ് എടുക്കേണ്ടത്. എല്ലാ വണ്ടിക്കും ഇൻഷുറൻസ് ഉണ്ടല്ലോ. അതെ. അപ്പോൾ അത് സ്വമേധയാ സംസ്ഥാന സർക്കാരിന് 1 നയ പൈസ ചെലവില്ല. അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഏജൻസി റോഡ് സേഫ്റ്റി കൗൺസിൽ എന്ന് നിയമത്തിൽ പറയുന്നു. കേരളത്തിൽ പക്ഷേ റോഡ് സേഫ്റ്റി കൗൺസിൽ ഇല്ല. കേരളത്തിൽ പക്ഷേ ഉള്ള റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. സംഭവമെല്ലാം ഒന്നു തന്നെ, പക്ഷേ ഇവിടുത്തെ പേര് റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. അതുകൊണ്ട് നടപ്പാക്കുന്നില്ല. എന്തൊരു ന്യായമാണെന്ന് നോക്കിയേ. അപ്പോൾ ഈ കഴിഞ്ഞ കേന്ദ്രം ഈ പദ്ധതി കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സംസാരിക്കുന്നത് വരെയുള്ള കാലയളവിൽ എത്രയോ ആളുകൾക്ക് പ്രയോജനം കിട്ടേണ്ട പദ്ധതിയാണ്. അതെ. ഇവിടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയാണുള്ളത് എന്ന് പറഞ്ഞ് നടപ്പാക്കാതിരിക്കുന്നു. സർക്കാരിന് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് കേന്ദ്ര നിയമത്തിൽ കേന്ദ്ര പദ്ധതിയിൽ പറയുന്ന റോഡ് സേഫ്റ്റി കൗൺസിലിന് തത്തുല്യമായ സ്ഥാപനമാണ് കേരളത്തിലെ റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നടപ്പാക്കാം. അല്ലെങ്കിൽ കേരളത്തിലെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പേര് റോഡ് സേഫ്റ്റി കൗൺസിൽ എന്ന് മാറ്റിയാലും മതി. ഇനി അതിന് കേന്ദ്രം പറയുന്ന പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തന്നെയാണ് ഇത് എന്നൊരു ഉത്തരവിറക്കിയാൽ ഇത് നടപ്പാവും. പക്ഷേ ഇതിന് തയ്യാറാവുന്നില്ല. ഇത് ചതിയല്ലേ? തീർച്ചയായിട്ടും. സംസ്ഥാന സർക്കാരിന് ഒരു പൈസയുടെ ചിലവില്ല. എന്നാൽ കേരളത്തിൽ ഓരോ ദിവസവും എത്ര അപകടങ്ങളാണ് ഉണ്ടാവുന്നല്ലേ? എത്രയോ ആളുകൾ നമ്മൾ മരണമൊക്കെ സംഭവിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്. അല്ലാതെ ഈ മരണമുണ്ടാകുന്ന അപകടങ്ങളിലും ഗുരുതരമായി പരിക്കേൽക്കുന്ന ആളുകളുണ്ട്. 1.5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 7 ദിവസത്തെ സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞാൽ
അത് വലിയ സഹായമാണ്. 648 ആശുപത്രികൾ ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഈ 648 ആശുപത്രികളിൽ അപകടമുണ്ടായ ആര് വന്നാലും 7 ദിവസം 1.5 ലക്ഷം രൂപ, അത് 7 ദിവസം കഴിയുന്ന ദിവസം ഈ സ്ഥാപനങ്ങൾക്ക് ആശുപത്രികൾക്ക് ചെക്ക് കിട്ടും. അത്ര ഉദാരമായ ഒരു പദ്ധതി കേന്ദ്രം കൊണ്ടുവന്നിട്ട് നടപ്പാക്കാതിരിക്കുന്നതിന് എന്ത് ന്യായമാവുള്ളത്? ഇത് വളരെ നിസ്സാരമായിട്ട് ഇത് ഇൻ്റഗ്രേറ്റഡ് റോഡ് ആക്സിഡൻറ്റ് ഡാറ്റാബേസ് എന്നൊരു ഡാറ്റാബേസ് ഉണ്ട്. ഈ പോലീസ് അപകടം ഉണ്ടാകുമ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമല്ലോ. പോലീസ് ഈ വിവരങ്ങൾ ഈ ഡാറ്റാബേസിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഇന്നടത്ത് ഗോപാലൻ മകൻ രാഘവൻ ഇന്നടത്ത് വെച്ച് ആക്സിഡൻറ്റ് പെട്ടിരിക്കുന്നു, ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, ആ സാധനം ഡാറ്റാബേസിലേക്ക് കൊടുത്ത ഉടനെ ആ നിമിഷം മുതൽ ആ പറയുന്ന ആൾ ഈ സൗജന്യ ചികിത്സയ്ക്ക് അർഹനാണ്. ഇത് നിസ്സാരമായി റോഡ് സേഫ്റ്റി കൗൺസിൽ, റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നുള്ള വ്യത്യാസങ്ങളുടെ പേരിൽ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ അങ്ങ് ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. കേരളത്തിന് ഇപ്പോൾ ഒരു വളരെ ഡൈനാമിക്കായിട്ട് പ്രവർത്തിക്കുന്ന വാചകടി വായിൽ പ്രിന്റിംഗ് പ്രസ്സുമായിട്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ ഇതറിഞ്ഞിട്ടില്ലേ? അദ്ദേഹം നല്ല മന്ത്രിയാണ്, ഗതാഗത മന്ത്രി എന്ന നിലയിൽ മുൻ സർക്കാരിൻ്റെ കാലത്തൊക്കെ നല്ല മന്ത്രിയായി പ്രവർത്തിച്ച, ഗതാഗത ആരോഗ്യമൊക്കെ അല്ലേ, നല്ല മന്ത്രിയായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഗണേഷ് കുമാർ. പക്ഷെ എന്തോ ഇത്തവണ അദ്ദേഹത്തിന് അത്ര എഫക്റ്റീവായിട്ട് കാണാം. അത് ആദ്യം പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മൂക്കേറിട്ടിരുന്നു. അത് 2.5 വർഷത്തിന് ശേഷമാണല്ലോ മന്ത്രിയായിട്ട് വന്നേ. അന്ന് എന്തോ ഒരു തീരുമാനമൊക്കെ എടുത്തപ്പോഴത്തേക്ക് CPM ഇടപെട്ടിട്ട് അത് പറയണ്ട, ഞങ്ങൾ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് സൈലന്റ് ആയി. പക്ഷേ ഇത് അദ്ദേഹത്തിന് റൈസ് ചെയ്യുമെന്നറിയാം. ഗണേഷ് കുമാർ ശ്രദ്ധിക്കണം. കാരണം ഒരു നിസ്സാരമായി റോഡ് സേഫ്റ്റി കൗൺസിൽ തന്നെയാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നൊരു ഉത്തരവിറക്കിയാൽ എത്ര ആളുകൾക്ക് പ്രയോജനം ചെയ്യും? ഒരു നയാ പൈസ സംസ്ഥാന സർക്കാരിന് മുടക്കില്ലല്ലോ. എന്നിട്ടും എന്താണ് ഇത് ചെയ്യാത്തത്? ഇത് പറയുമ്പോഴാണ്, അങ്ങനെ പറയുമ്പോൾ നമുക്കിത് സർക്കാർ ചെയ്യുന്ന ഒരു ചതിയാണെന്ന് പറയാതെ തരമില്ല. അതുകൊണ്ട് സർക്കാരിനെതിരെ പിണറായി കേരളത്തിലെ ജനങ്ങളെ ചതിച്ചു എന്നർത്ഥത്തിലൊന്നുമല്ല. പക്ഷേ കാര്യങ്ങൾ ഓരോ ഫയലിലും ഉറങ്ങുന്നത് ജനങ്ങളുടെ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. പക്ഷേ ഇത് പിണറായി അറിയുന്നില്ലെങ്കിൽ പിണറായി ഇടപെടണം എന്ന് നമുക്ക് പറയാതെ തരമില്ല. അതാണ് ഒന്നാമത്തെ ചതി. ഇനി രണ്ടാമത്തെ ചതി കൂടെ പറയാം. രണ്ടാമത്തെ ചതി കുറച്ചുകൂടെ ഗ്രാവിറ്റി ഉള്ളതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം പാവപ്പെട്ട സ്ത്രീകളോട് ചെയ്ത ഒരു ചതിയാണ്. കാരണം അത് ചതി തന്നെയാണ്. മറ്റത് ഒരു കെടുകാര്യസ്ഥത, ഒരു പേര് മാറ്റം വരുത്താതിരിക്കുന്നത്. രണ്ടാമത്തത് വഞ്ചനയാണ്, ചതിയാണ്, ഒരിക്കലും പൊറുക്കാൻ പാടില്ല. സ്ത്രീകളുടെ ശാപം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. കണ്ടങ്കീട്ട കഥ അറിയാമല്ലോ. പുരം എരിഞ്ഞു പോയി അല്ലേ, മധുരാപുരി എരിഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന സ്ത്രീകളുടെ കണ്ണീര് മഹാപാപമായി ഈ സർക്കാരിൻ്റെ മേലും ഈ കേരളത്തിലെ ജനങ്ങളുടെ മേലും വന്ന് വീഴും. നമ്മുടെ ആശാ വർക്കർമാരുണ്ടല്ലോ, അവർ ഈ വീടാന്തരം കയറി നമ്മുടെ ആരോഗ്യ മേഖലയിൽ ജനങ്ങളുടെ ഒരുപാട് കാര്യങ്ങളിൽ ദൈനംദിനം ബന്ധപ്പെടുന്ന ആയിരക്കണക്കിന് സഹോദരിമാർ ആശാ വർക്കർമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമായിരുന്നു. അവരുടെ ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല. അതൊക്കെ പിണറായിയുടെ പൊളിറ്റിക്കൽ തീരുമാനം. പക്ഷെ കേന്ദ്രം അവർക്ക് കൊടുത്തിരിക്കുന്ന പൈസ കൊടുക്കാതെ കള്ളത്തരം പറഞ്ഞ് മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാലോ. കാരണം ഇപ്പോൾ ആശാ വർക്കർമാർ 10 വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ, പണിയെടുത്താൽ അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് 20,000 രൂപ കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവ് 2018-19 വർഷം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അതായത് ഒരു ആശാ വർക്കർ ജോലി നിർത്തി, പ്രായം കൊണ്ട് ജോലി നിർത്തി പോകുമ്പോൾ 20,000 രൂപ കൊടുക്കണമെന്ന് 2018-19 വർഷം കേന്ദ്രം തീരുമാനിച്ചതാണ്. ഇപ്പോൾ എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സുരേഷ് ഗോപിയുടെ ഒക്കെ ഇടപെടലിനെ തുടർന്ന് ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. അതായത് 2018-19 വർഷത്തിൽ പ്രവർത്തിച്ച വിരമിക്കൽ തുക 20,000 നിന്ന് 50,000 രൂപയാക്കിയിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴാണ് പാവപ്പെട്ട ആശമാർ അറിയുന്നത്. 2018 മുതൽ കഴിഞ്ഞ 7 വർഷം മുമ്പ് തന്നെ കേന്ദ്രം 20,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് കൊടുത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളത് തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ ആശാ വർക്കർമാരോട് പറഞ്ഞില്ല. എങ്ങനെയുണ്ട് ഇത്ര വലിയ ചതി? കാരണം ഇവർ വെയിലും മഴയും കൊണ്ട് വീടാന്തരം കയറി രോഗികളെ പരിചരിച്ച് അവരുടെ വിവരങ്ങളെടുത്ത് നമ്മുടെ ആരോഗ്യ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ, നിലനിർത്താൻ വലിയ ത്യാഗനിർഭരമായ സേവനം ചെയ്യുന്ന ഇവർക്ക് 20,000 എത്ര പേരിപ്പോൾ ഈ കഴിഞ്ഞ 6 വർഷത്തിൽ അല്ലേ, 2018 മുതൽ ഈ വർഷം വരെയുള്ള 6 വർഷത്തിനുള്ളിൽ എത്ര സഹോദരിമാർ
വിരമിച്ചു പോയിട്ടുണ്ടാവും. സമയക്രമം പോലും ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് ഈ 20,000 രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കൊടുത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളത് അറിയിക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചതിയല്ലേ സിനു? തീർച്ചയായിട്ടും. ഇപ്പോൾ 50,000 രൂപയ്ക്ക് അപ്പോഴാണ് അറിയുന്നത്, ഈ 50,000 രൂപ അപ്പം നേരത്തെ 20,000 ഉണ്ടായിരുന്നു, ആരും അറിഞ്ഞില്ല. അപ്പം ശരിക്കും ഇത് ജനക്ഷേമ മുഖമുദ്രയാക്കുന്ന പ്രജാക്ഷേമപരമായി പ്രവർത്തിക്കേണ്ട ഒരു സർക്കാരാണോ ഇങ്ങനെ ഇത്ര വലിയ ചതി, ഇത്ര ഒരു പദ്ധതി ഉണ്ടായിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്നത്? ഇനി അങ്ങനെയല്ല, കേന്ദ്രം ഇങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് വന്ന് വീണാതോടെങ്കിലും മിനിമം പത്രസമ്മേളനം വരുത്തിയിട്ട് ഇല്ല 2018-19 വർഷം കേന്ദ്രം 20,000 രൂപയൊന്നും പറഞ്ഞിട്ടില്ല, കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടില്ല, ഇപ്പം 50,000 പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയണം. അതും പറയുന്നില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ഒരു നയാ പൈസ കൂട്ടിക്കൊടുക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്ന 2,000 രൂപ കേന്ദ്രം ഇപ്പോൾ 3,500 രൂപയാക്കി. നിങ്ങൾക്ക് 1 രൂപ കൂട്ടിക്കൊടുത്തൂടെ? ഇവർ 1 രൂപ പോലും കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് 2018-19 വർഷം മുമ്പുള്ള ഈ ആനുകൂല്യം പറയുക പോലും ചെയ്യാതെ ഈ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിച്ചു എന്നുള്ളതും കാണാതെ വയ്യ. ഇത് രണ്ടും സത്യത്തിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, 2 പച്ചയായ ചതിയാണ് അല്ലേ? അതെ. സിനുവിന് അർഹതപ്പെട്ട ഒരു സംഭവം സിനുവിന് തന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയാതെ പോലും ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കാതെ മറച്ചു വെക്കുന്നു. കാരണം ഇത് വളരെ സാധാരണക്കാരായ സ്ത്രീകൾ, ഇവർക്കൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ശേഷിയൊന്നും. ഈ സമരം ഉണ്ടായതുകൊണ്ട് സുരേഷ് ഗോപി അതിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു വരുന്നത്. പിണറായി വിജയൻ സഖാവ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാവങ്ങളാണേ ഈ റോഡപകടത്തിൽപ്പെടുന്നവരും മഹാഭൂരിപക്ഷവും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. ഇനി ഇപ്പോൾ സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ പോലും അവർക്ക് 1.5 ലക്ഷം രൂപ വരെ കിട്ടുന്ന ഒരു വലിയ സഹായമായിരിക്കും. അതുപോലെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിലും സർക്കാരിന് എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിക്കണം. ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട്, പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോവാണ്, നിയമസഭാ ഇലക്ഷനും വരുന്നുണ്ട്. അപ്പോഴെങ്കിലും ഈ കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് സഖാവ് പിണറായി വിജയൻ്റെ സർക്കാർ തിരുത്തണം എന്ന് നമുക്ക് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി സഖാവ് പിണറായിയോട് കൈകൂപ്പി അപേക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.